ലോകമെമ്പാടുമുള്ള വാർത്താതലക്കെട്ടുകൾ കീഴടക്കിയ ഒരു പേര് സൊഹ്റാൻ മംദാനി. ന്യൂയോർക്കിലെ ഈ ചരിത്രവിജയം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ എങ്ങനെ അലയൊലികൾ സൃഷ്ടിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ വിജയം ഇത്രയധികം ചരിത്രപരം ആവാനുള്ള കാരണമെന്താണ്? ഇതിന് രണ്ട് പ്രധാന കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം ന്യൂയോർക്ക് മേയറാകുന്ന ആദ്യ ഇന്ത്യൻ വംശജനാണ്. രണ്ട്, അദ്ദേഹം ന്യൂയോർക്കിന്റെ ചരിത്രത്തിലെ ആദ്യ മുസ്ലിം നേതാവായ മേയറുമാണ്. ഇതൊരു സാധാരണ വിജയമല്ല, മറിച്ച് ന്യൂയോർക്ക് രാഷ്ട്രീയത്തിലെ ഒരു മൈൽസ്റ്റോണാണ്. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച പ്രധാന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ജനങ്ങളെ ആകർഷിച്ചതോ? തീർച്ചയായും ജനങ്ങളുടെ പോക്കറ്റിന് ആശ്വാസം നൽകുന്ന കാര്യങ്ങളാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തത്. അതായത് ജീവിതച്ചെലവ് കുറയ്ക്കുക, കുറഞ്ഞ വരുമാനക്കാർക്ക് പുതിയ ഭവനങ്ങൾ, ഒപ്പം സൗജന്യ പൊതുഗതാഗതം. ഈ വാഗ്ദാനങ്ങൾ ജനങ്ങളുടെ പ്രതീക്ഷകൾ വാനോളമുയർത്തി. ഈ വിജയം അമേരിക്കയുടെ മറ്റു ഭാഗങ്ങളിലെ രാഷ്ട്രീയ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വെളിവാക്കുന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഡെമോക്രാറ്റുകൾ ഒരു വലിയ പുതിയ തരംഗം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ്. ഡിട്രോയിറ്റ്, വെർജീനിയ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഡെമോക്രാറ്റുകൾ മുന്നേറ്റം കാട്ടി പ്രഥമ വനിതാ മേയർമാർ പോലും തെരഞ്ഞെടുക്കപ്പെട്ടു. ഒടുവിൽ ഈ വിജയത്തെക്കുറിച്ച് ട്രംപിന്റെ പ്രതികരണമെന്തായിരുന്നു? അതെ, ട്രംപ് എല്ലായ്പ്പോഴും ട്രംപ് തന്നെ. അദ്ദേഹം പറഞ്ഞത് എന്റെ പേര് ബാലറ്റിലുണ്ടായിരുന്നില്ല, അതിനാലാണ് തോൽവിയെന്നാണ്. എന്തായാലും മംദാനിയുടെ വരവ് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഒരു പുതിയ തുടക്കമാണ്.